റെക്കോർഡുകൾ വീണ്ടും വീണ്ടും തകർത്ത് ബോക്സ് ഓഫീസ് തൂത്തുവാരാൻ മോഹൻലാൽ. ദൃശ്യം 3 നമുക്കറിയാം. ദൃശ്യം 3ക്ക് എന്തായാലും ഗംഭീര ഒരു സ്വീകരണം കിട്ടും. കാരണം ദൃശ്യം 1 ഗംഭീര ഹിറ്റാണ്. ആദ്യത്തെ 50 കോടി പടമാണ് മലയാള സിനിമയിലെ. ദൃശ്യം 2 OTT-യിലാണെങ്കിലും അത്യാവശ്യം നല്ല അഭിപ്രായം നേടി സൂപ്പറായിട്ട് OTT-യിൽ നല്ല പേരുണ്ടാക്കിയ സിനിമയാണ്. ദൃശ്യം 3ക്ക് അതുപോലെ ഹൈപ്പ് ഉണ്ട്. ആ ഹൈപ്പിനനുസരിച്ച് നല്ലപോലെ മാർക്കറ്റ് ചെയ്തു. അതിരടി, കറുപ്പ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോഴേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കുറേ ദിവസങ്ങളായിട്ട്. ഇപ്പം നിലവിലത്തെ ഇതനുസരിച്ച് ഏകദേശം 30 കോടിക്ക് മുകളിൽ പ്രീസെയിൽ വേൾഡ് വൈഡ് പ്രീസെയിൽ തന്നെ ആയി. ഇനിയും നാളെ ഒരു ദിവസമുണ്ട്, ഭയങ്കര ബുക്കിംഗ് ആവുന്നുള്ള സംശയം വേണ്ട. പിന്നെ തിങ്കളാഴ്ച ഈ പടം അതിഗംഭീര റിപ്പോർട്ടൂടെ വന്നാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ പോലും എമ്പുരാന് ചിലപ്പോൾ തൊട്ട് താഴെ ഒരു പ്രശ്നമില്ലാതെ കളക്ഷൻ 2ാം സ്ഥാനത്ത് വരാൻ ചാൻസ് വളരെ കൂടുതലുണ്ട്. ഗംഭീര പടമാണെങ്കിൽ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച റെക്കോർഡായിരുന്നാണ്. ഇത് തള്ളുന്നതല്ല, കറക്റ്റായിട്ട് അവർ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കൃത്യമായിട്ട് ജോർജ് കുട്ടി എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യണമെന്നും ദൃശ്യം 3യുടെ ആ പവർ എന്തോന്നും മനസ്സിലാക്കി കളിക്കുന്ന കളിയായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കളക്ഷൻ വരുന്നത്. എന്തായാലും 21-ാം തീയതി മോഹൻലാലിന്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ പിറന്നാളിന് ആ സിനിമ ദൃശ്യം 3 വരുമ്പോൾ അതിഗംഭീര റിപ്പോർട്ട് വന്നാൽ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കളക്ഷൻ ആകുമെന്നുള്ള സംശയമില്ല. ദൃശ്യം 3 ഒരുപക്ഷെ ഒന്ന് പാളിയാൽ വളരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പാളിയാൽ മാത്രമേ ഉള്ളൂ റെക്കോർഡുകൾ ചിലപ്പം. എന്നാലും ഈ പറയുന്ന 100 കോടിയോ 150 കോടിയോ വരെ കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഈ പ്രീസെയിലും ബാക്കിയുള്ള അടുത്ത 4 ദിവസത്തെ ബുക്കിങ്ങും എല്ലാം കൊണ്ട് നേടുമെന്നുള്ളത് സംശയമില്ല. ഇത് മാർക്കറ്റിങ്ങിന്റെ വിജയമാണ്, അനനി പെരുമ്പാവന്റെ വിജയമാണ്, ദൃശ്യം 3യുടെ ഒരു പ്രതീക്ഷകളുടെ വിജയമാണ്. ഈ വിജയത്തിനനുസരിച്ച് പടം ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.